ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈനം. നാളെ നമ്മുടെ പരീക്ഷയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മക്കളെ വാക്യ പിരമിഡ് തയ്യാറാക്കി എന്നുള്ളത്. വാക്യ പിരമിഡ് തയ്യാറാക്കി എന്നുള്ളത് ഒരുപാട് കുട്ടികൾക്ക് ടെൻഷനുള്ള കാര്യമാണ്. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? വാക്യ പിരമിഡ് രണ്ട് തരത്തിലുള്ളത്. മുകളിലൊരു വാക്ക് തരും, മുകളിലൊരു വാക്യം തരും, ഏറ്റവും അടിയിലൊരു വാക്യം തരും. എന്നിട്ട് രണ്ട് ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ രണ്ട് ഉത്തരം തരും. ഓക്കെ. മറ്റൊരു വാക്യ പിരമിഡ് ഏറ്റവും മുകളിലൊരു വരി തരും, പിന്നീട് ഏറ്റവും അവസാനം ഒരു വരി തരും, എന്നിട്ട് ബ്രാക്കറ്റിൽ ഒന്നും ഉണ്ടാവില്ല. ഈ രണ്ട് ടൈപ്പും എങ്ങനെ എഴുതാന്നുള്ളതാണ്. ഇത് രണ്ട് ടൈപ്പിലും ഉത്തരമുണ്ട്. ഓക്കെ. അപ്പോൾ ബ്രാക്കറ്റിൽ തരാത്തതിൽ നാലാമത്തെ വരിയിൽ ഉത്തരമുണ്ടാവും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്കൊരു വാക്യ പിരമിഡ് പരിശോധിക്കാം. മക്കളെ നോക്കും. വാക്യ പിരമിഡ് കി പൂർത്തി കരേ എന്ന് ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? വാക്യ പിരമിഡ് കി പൂർത്തി കരേ. ഗണിതക്കി എന്ന് പറയുന്നത് വാക്കുന്നുണ്ട്, സമയപ്പർ തന്നിട്ടുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ എന്നും സമയത്തും എന്ന് പറയുന്നു. എന്നിട്ട് ബച്ചേ ആത്തെ ഹേ, കുട്ടികൾ വരുന്നു. ബച്ചേ കക്ഷമേ ആത്തെ, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. എന്നിട്ട് സമയപ്പർ സമയത്ത് വരുന്നു, മാത്തമാറ്റിക്സിൻ്റെ സമയത്ത് വരുന്നു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ആദ്യം സമയപ്പർ വെച്ചാൽ മതി. എങ്ങനെ വെക്കുക? ആദ്യം ബച്ചേ നമ്മൾ നോക്കുക എങ്ങനെ ചെയ്താൽ മക്കളെ? ബച്ചേ, പിന്നെ നമ്മൾ സമയപ്പർ, ബച്ചേ എന്നുള്ളത് നമ്മൾ ഇവിടെയുള്ള വാക്കാണല്ലോ, അത് എഴുതി. പിന്നെ നമ്മൾ സമയപ്പർ എന്നുള്ളത് നമ്മൾ എഴുതാൻ പോകുന്നു. സമയപ്പർ എഴുതിയതിന് ശേഷം ബാക്കി കക്ഷാമേ, അല്ലേ? കക്ഷാമേ ആത്തെ ഹേ. ബച്ചേ സമയപ്പർ കക്ഷാമേ ആത്തെ, കുട്ടികൾ സമയമാകുമ്പോൾ ക്ലാസ്സിൽ വരുന്നു. മൂന്നാമത്തെ നമ്മൾ എങ്ങനെ വെക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ബച്ചേ എന്ന് തന്നെ വെക്കുന്നു, അല്ലേ? പിന്നെ നമ്മൾ ഇതാ വെക്കുന്നത് ഗണിത കി സമയപ്പർ पर बच्चा समय पर कक्षा में आते. അപ്പോൾ എന്താ? ബച്ചേ ഗണിതക്ക് സമയ पर कक्षा में आते. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്ക് അതെങ്ങനെയാണ്. അവിടെ ഞാൻ റെഡി ആയിട്ട് കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ മക്കളെ, ഇതാണ് ആ ഉത്തരം. നോക്കൂ. ബച്ചേ ആത്തെ ഹേ, കുട്ടികൾ വരുന്നു. ബച്ചേ ആത്തെ ഹേ, കുട്ടികൾ വരുന്നു. ബച്ചേ കക്ഷാ മേ ആത്തെ ഹേ, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. എന്നിട്ട് ബച്ചേ സമയപ്പർ എന്നുള്ള വാക്കാണ് നമ്മളിവിടെ കൊടുത്തത്. സമയപ്പർ അല്ലേ? സമയപ്പർ കക്ഷാമേ ആത്തെ ഹേ, ബ്രാക്കറ്റുള്ളതിൽ നിന്നൊരു വാക്ക്. രണ്ടാമത്തത് ബച്ചേ ഗണിതക്കി എന്ന് നമ്മൾ ആഡ് ചെയ്തു. സമയപ്പർ എന്നുള്ളത് നേരത്തെ ഉള്ളതാണ്, കക്ഷാമേ ആത്തെ ഹേ. ഈ രണ്ട് ഉത്തരവും ബ്രാക്കറ്റിൽ ഉണ്ടാവും. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് 2 മാർക്ക് കിട്ടുന്നതാണ്. 2 മാർക്ക് 2 സെൻറ്റൻസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. പല ആളുകളും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ എഴുതി വെക്കും. അത് പറ്റില്ല മക്കളെ. വാക്യ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോളം നിങ്ങൾ വരയ്ക്കുക തന്നെ വേണം. വരച്ചിട്ട് ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മറന്നു പോകാൻ പാടില്ല. ഇങ്ങനെ കോളം വരയ്ക്കാതെ ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് വാക്യ പിരമിഡ് ഈസിയായ കാര്യമാണ്. എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്വന്തമാക്കാവുന്നതാണ്. ബ്രാക്കറ്റിൽ വാക്കുണ്ടാവും. അപ്പോൾ ബ്രാക്കറ്റിൽ വാക്കുണ്ടെങ്കിൽ അത് എഴുതിയാൽ വെറുതെ നിങ്ങൾ എഴുതാതെ പോകരുത്. ഇനി നമുക്ക് വരുന്നത് ബ്രാക്കറ്റിൽ തരാത്ത വാക്യ പിരമിഡ് എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ചോദ്യമാണ് നമ്മൾ പോകുന്നത്. അടുത്ത ചോദ്യം നോക്ക്. വാക്യ പിരമിഡ്ക്ക് പൂർത്തി കരയും എന്ന് നിങ്ങൾ ബ്രാക്കറ്റിൽ കണ്ടതിന് ശേഷം ഇവിടെ അടിയിൽ ഒന്നും തന്നിട്ടില്ല. അല്ല, വാക്യം കണ്ടതിന് ശേഷം വാക്യ പിരമിഡ്ക്ക് പൂർത്തി കരയും തന്നതിന് ശേഷം ബ്രാക്കറ്റിൽ ഇവിടെ ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യ വരിയും അവസാന വരിയുമാണ് വാക്യ പിരമിഡായിട്ട് തരിക. ആദ്യ വരിയും അവസാന വരിയാണ് തരിക. അപ്പം നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം? ഇതെങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഹംനെ ദേക്കാന്ന് മുകളിൽ കണ്ടു, അല്ലേ? ഹംനെ ദേക്കാന്ന് മുകളിൽ കണ്ടു. ആ വാക്കിന് ഏതൊക്കെയാണ് അടിയിലുള്ളത് നോക്കുക. അതിനാദ്യം അങ്ങോട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ അതല്ലാത്തത് ഏതൊക്കെയെന്ന് സെലക്ട് ചെയ്യുക. ഹംനെ എന്ന് മുകളിലുണ്ട്, ഇവിടെ ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹംനെ ഒഴിവാക്കി. ബാക്കി നമ്മൾ എന്ത് ചെയ്തു? ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ ഏക്ക് ഗായൽ എന്നുള്ളത് മുകളിലില്ലാത്ത വരിയാണ്. വ്യക്തിക്കോ എന്നുള്ളത് മുകളിലില്ലാത്തതാണ്. സടക്ക് പർ എന്നുള്ളത് മുകളിലില്ലാത്തതാണ്. ദേക്ക എന്ന് പറയുന്നത് മുകളിൽ ഈ വാക്കും മുകളിലുള്ളതാണ്, അല്ലേ? ഇത് മുകളിലുള്ളതാണ്. ബാക്കി 3 ഇല്ലാത്തതാണ്. അപ്പോൾ ബാക്കി ഓരോന്നും ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും? ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? ഹംനെ എന്ന് സെക്കൻഡ് വരി എഴുതണം. ഹംനെ എന്ന് എഴുതി, അത് മുകളിലുള്ളതാണ്. ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആദ്യം എഴുതി. എന്നിട്ടോ വ്യക്തിക്കോ ദേക്ക, നമ്മളിങ്ങനെ വ്യക്തിക്കോ ഇതാ, വ്യക്തിക്കോ ഇതാണ് നമ്മൾ എഴുതിയത്. വ്യക്തിക്കോ ദേക്ക എന്നുള്ളത് നമ്മൾ മുകളിലത്തെ വാക്കിനെ, അതായത് മുകളിലത്തെ വാക്കിനെ നമ്മൾ ദേക്ക എന്നുള്ളത് ഇങ്ങോട്ട് എഴുതി. ഹംനെ വ്യക്തിക്കോ ദേക്ക, ഞങ്ങൾ വ്യക്തിയെ കണ്ടു. പിന്നെയോ എവിടെയാണ് നമ്മൾ കാണുന്നത്? അടുത്തത് നമ്മൾ ഹംനെ വ്യക്തിക്കോ
കോ എവിടെ കണ്ടു? നമ്മളിതാ സടക്കിൻ്റെ മുകളിൽ, റോഡിൻ്റെ മുകളിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സടക്ക് അല്ലേ, എന്താ എഴുതുക? സടക്ക് പർ ദേക്ക എന്നിരുന്നു. മൂന്നാമത്തത് ഹംനെ ഏക് ഗായൽ വ്യക്തി കോ സടക്ക് പർ ദേക്ക എന്ന് അവിടെ കാണുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉത്തരം. ശ്രദ്ധിച്ച് നോക്കൂ മക്കളെ, ഉത്തരം നോക്കൂ. ഹംനെ ദേക്ക, ഹംനെ അല്ലേ ഏക് വ്യക്തി കോ ദേക്ക, ഇങ്ങനെയും എഴുതാം അല്ലേ. ഏക് വ്യക്തി കോ ദേക്ക, ഞങ്ങളൊരു വ്യക്തിയെ കണ്ടു. പിന്നെ നോക്ക്, ഹംനെ ഞങ്ങൾ ഏക് ഗായൽ വ്യക്തി കോ ദേക്ക, അങ്ങനെ എഴുതാം. ഹംനെ ഏക് ഗായൽ വ്യക്തി കോ സടക്ക് പർ ദേക്ക. 3 സ്റ്റൈലിൽ നമുക്ക് ഇനി എഴുതാം. അതായത് ഹംനെ വ്യക്തി കോ ദേക്ക എന്ന് എഴുതാം അല്ലേ. ആദ്യം നമ്മൾ ഹംനെ വ്യക്തി കോ ദേക്ക എന്ന് എഴുതി. ഹംനെ ഏക് ഗായൽ വ്യക്തി കോ നമ്മൾ എഴുതി. മൂന്നാമത്തത് ഹംനെ ഏക് ഗായൽ വ്യക്തി കോ സടക്ക് പർ ദേക്ക എന്നാ. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കൂടെ? ഹംനെ സടക്ക് പർ ദേക്ക എന്നാക്കിക്കൂടെ, ഇവിടെയുള്ള വാക്ക് ഞങ്ങൾ റോഡിൻ്റെ മുകളിൽ കണ്ടു എന്നാക്കിക്കൂടെ. എന്നിട്ട് മൂന്നാമത്തെ നമുക്ക് ഇങ്ങനെ ഇരിക്കൂടെ? ഹംനെ വ്യക്തി കോ സടക്ക് പർ ദേക്ക എന്നിരിക്കൂടെ, ഇതാം. പിന്നെ ഹംനെ ഏക് ഗായൽ വ്യക്തി സടക്ക് പർ ദേക്ക എന്നിരിക്കൂടെ. ഈ സെൻറ്റൻസിനെ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ മുറിച്ച് എഴുതിയാലും ഉത്തരം ശരിയാവും. ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കാക്കേക്കയുടെ പ്രയോഗം ആശയം കൃത്യമായി മനസ്സിലുണ്ട് എങ്കിൽ ഇത്തരം സെൻറ്റൻസ് ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇതുപോലത്തെ നിരവധിയായ വാക്യപിരമിഡുകൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം കൃത്യസമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് സുന്ദരമാക്കി സെറ്റാക്കി പഠിക്കാം. മുഴുവൻ വാക്യപിരമിഡിൻ്റെയും മാർക്ക് സ്വന്തമാക്കാം. ഓക്കെ, ബൈ.